Hi all, welcome to our class Nationalism in India Part 3. In this lecture, we are discussing rebellion in the countryside and Swaraj in the plantations. അപ്പോൾ 1921 സ്റ്റാർട്ട് ചെയ്ത നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സെക്ഷൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യയിലെ ഓരോ വിഭാഗവും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ വ്യത്യസ്തമായ പേഴ്സ്പെക്റ്റീവിലാണ് നോക്കിക്കണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഓരോ വിഭാഗം ജനങ്ങൾക്കും സ്വരാജ് ഓർ ഫ്രീഡം എന്നത് ഡിഫറെൻ്റ് ആയിരുന്നു. സോ ലെറ്റ് us ഡിസ്കസ് ദ നേച്ചർ ഓഫ് ദ മൂവ്മെൻറ്റ് ഇൻ കൺട്രി സൈഡ്. ദ മൂവ്മെൻറ്റ് ഇൻ ദ കൺട്രി സൈഡ് ഓർ വില്ലേജ്. വില്ലേജിൽ കൂടുതലായും പെസൻസ് ആയിരുന്നു. And they wanted freedom from high taxation and begar system. അപ്പോൾ വില്ലേജിലെ ജനങ്ങൾക്ക് അവരുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രീഡം എന്നത് അവർക്ക് അവിടെ ലാൻഡ് ലോഡ്സിൽ നിന്നും താലൂക്ക്ദാർസിൽ നിന്നും ഉള്ള മോചനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വില്ലേജിൽ ലാൻഡ് ലോഡ്സ് അവരുടെ ലാൻഡ് പെസൻസിന് റെൻ്റ് ഔട്ട് ചെയ്യുകയും റിട്ടേൺ ആയി ഒരു എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് വാങ്ങിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ താലൂക്ക്ദാർസ് എന്നറിയപ്പെടുന്ന ഒഫീഷ്യൽസ് അവിടെ ഉണ്ടായിരുന്നു. ദേ കളക്റ്റഡ് ടാക്സസ് ഫ്രം ദീസ് പെസൻസ്. സോ പെസൻസിന് ഈ ലാൻഡ് ലോഡ്സിനും താലൂക്ക്ദാർസിനും ടാക്സേഷൻ എമൗണ്ട് അതുപോലെ പ്രോഫിറ്റ് ഒക്കെ നിർബന്ധമായി നൽകേണ്ടി വന്നു. അത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒന്നും ബാലൻസ് ഉണ്ടാവില്ല. സോ ദീസ് പെസൻസ് വാണ്ട്സ് എ ഫ്രീഡം ഫ്രം താലൂക്ക്ദാർസ് ആൻഡ് ലാൻഡ് ലോഡ്സ്. മാത്രമല്ല അവർക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു ബെഗാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് മീൻസ് ഫോഴ്സ്ഡ് ലേബർ വിത്തൗട്ട് പേയ്മെൻറ്റ്. അതായത് പെസൻസിന് അവരുടെ താലൂക്ക്ദാർസിൻ്റെയും അതുപോലെ ലാൻഡ് ലോഡ്സിൻ്റെയും ഒക്കെ വീടുകളിൽ ജോലി എടുക്കേണ്ടതായിട്ട് വന്നു. പകരം അവർക്ക് സാലറി ഒന്നും കൊടുത്തിരുന്നില്ല. ഇതിനെയാണ് ബെഗാർ സിസ്റ്റം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്നത്. സോ പെസൻസ് സ്റ്റാർട്ടഡ് എ മൂവ്മെൻറ്റ് ഇൻ ദിസ് കൺട്രി സൈഡ്. ഇതിൻ്റെ ഭാഗമായി അവർ നടത്തിയ ഒരു റിവോൾട്ട് ആയിരുന്നു നായി ദോബ് ബന്ദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇത് പ്രധാനമായിട്ടും അവിടുത്തെ കർഷക സമരം എന്ന് നമുക്ക് പറയാം. അവർ അവശ്യ സർവീസുകൾ ഒക്കെ ലാൻഡ് ലോഡ്സിനെ ഒഴിവാക്കിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സമരമായിരുന്നു നായി ദോബ് ബന്ദ്. നായി മീൻസ് ബാർബേഴ്സാണ്. അതുപോലെ ധോബി എന്ന് പറയുന്നത് വാഷർമാൻ, അലക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇന്നത്തെ പോലെ വാഷിംഗ് മെഷീനൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലാൻഡ് ലോഡ്സിനൊക്കെ വേണ്ടിയിട്ട് അലക്ക് ജോലി ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള പെസൻസ് ആയിരുന്നു. അപ്പോൾ അവർ ഒരു സമരത്തിൽ ഏർപ്പെടുകയാണ്. ഇങ്ങനെയുള്ള അവശ്യ സർവീസുകളൊന്നും ഇവർ ഇങ്ങനെയുള്ള ലാൻഡ് ലോഡ്സിന് ചെയ്തു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു സമരത്തിൽ ഏർപ്പെട്ടു. ഇതാണ് നായി ദോബ് ബന്ദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇതുപോലെ പെസൻസിൻ്റെ പല മൂവ്മെൻറ്റ്സും പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാൻ ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് അവധ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു സമരമാണ്. അവിടെ അവരുടെ നേതൃത്വം നൽകിയിരുന്നത് ബാബ രാമചന്ദ്ര എന്ന് പറയുന്ന ഒരു ലീഡറായിരുന്നു, ഒരു ലോക്കൽ ലീഡറായിരുന്നു അവധിൽ ഈ പെസൻസ് സ്ട്രഗിളിന് ലീഡർഷിപ്പ് നൽകിയിരുന്ന നേതാവാണ് ബാബ രാമചന്ദ്രയുടെ ലീഡർഷിപ്പിൽ അവധിൽ പെസൻസ് സമരം നടത്തി. ഈ സമയത്ത് ജവഹർലാൽ നെഹ്റു 1920 ജൂണിൽ അവധ് വിസിറ്റ് ചെയ്തു. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ദെൻ ബൈ ഒക്ടോബർ 1920 ഒരു അവധ് കിസാൻ സഭ എന്ന പേരിലുള്ള ഒരു ഓർഗനൈസേഷൻ ഈ ജവഹർലാൽ നെഹ്റുവും ബാബ രാമചന്ദ്രയും കൂടിയിട്ട് ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഈ അവധിലെ പെസൻറ്റ് സ്ട്രഗിൾ ഒരു വൈഡർ ആസ്പെക്റ്റിൽ കൊണ്ടുവന്നിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് കൂട്ടിച്ചേർക്കുക എന്നതായിരുന്നു ഈ അവധ് കിസാൻ സഭയുടെ ഉദ്ദേശം. ആൻഡ് ദ കോൺഗ്രസ് വാണ്ടഡ് ടു ഇൻറ്റഗ്രേറ്റ് ദ അവധ് പെസൻറ്റ് സ്ട്രഗിൾ ഇൻ ടു ദ വൈഡർ സ്ട്രഗിൾ. അപ്പോൾ ഈ ഒരു സമയത്ത് വേറൊരു റൂമർ കൂടി ഇവിടെ ഈ ലോക്കൽ ലീഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ അവധ് കിസാൻ സഭ ഒക്കെ ഫോം ചെയ്തതോട് കൂടിയിട്ട് കൂടുതലായിട്ട് പെസൻസ് ഈ ഒരു മൂവ്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടുത്തെ ലോക്കൽ ലീഡേഴ്സ് ഒരു
റൂമർ പറഞ്ഞു പരത്തുകയാണ് ഉണ്ടായത്. ദേ ടോൾഡ് ടു ദ പെസൻസ് ദാറ്റ് ഗാന്ധി ഹാഡ് ഡിക്ലെയർഡ് നോ ടാക്സസ് were to be paid and land was to be redistributed among peasants. അപ്പോൾ അവിടുത്തെ ലോക്കൽ ലീഡേഴ്സ് ജനങ്ങളെ കൂടുതൽ, അവിടുത്തെ പെസൻസിനെ കൂടുതൽ ഒന്നുകൂടിയും അതിൽ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇൻവോൾവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ ഒരു റൂമറായിരുന്നു അത്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഇനി ആർക്കും ലാൻഡ് ലോഡ്സിനൊന്നും ടാക്സസ് ഒന്നും കൊടുക്കേണ്ടതില്ല. അതുമാത്രമല്ല ഈ ഒരു ലാൻഡ് ഇനി പെസൻസിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു റൂമർ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് കേട്ട പെസൻസ് കൂടുതൽ ഇനിയൊരു ഗാന്ധി ഗ്രാമം വരാൻ പോവുകയാണ്, തങ്ങൾക്ക് ജോലിയൊന്നും ഇങ്ങനെയുള്ള റവന്യൂ സിസ്റ്റത്തിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം ലഭിക്കും, ഭൂമിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടും എന്നൊക്കെ അറിഞ്ഞ് കൂടുതലായിട്ട് ആവേശത്തോട് കൂടിയിട്ട് ഈ ഒരു മൂവ്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങി. ദ ഹൗസസ് ഓഫ് താലൂക്ക്ദാസ് ആൻഡ് മെർച്ചൻസ് വെർ അറ്റാക്ഡ്, ഷോപ്സ് വെർ ലൂട്ടഡ്, ഗ്രെയിൻ ഹോർഡ്സ് വെർ ടേക്കൻ ഓവർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തിയിലൂടെയൊക്കെ കൂടുതൽ വയലൻറ്റ് മെത്തേഡ്സിലൂടെ ഈ ഒരു പെസൻസ് സ്ട്രഗിൾ അല്ലെങ്കിൽ പെസൻസ് മൂവ്മെൻറ്റ് തുടരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതായിരുന്നു ഗ്രാമപ്രദേശത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സ്വരാജ് അറ്റൈൻ ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് കംപ്ലീറ്റ് ഫ്രീഡം നേടിയെടുക്കുക എന്നതാണ് എന്നൊന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലാൻഡ് ലോഡ്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ താലൂക്ക്ദാസിൻ്റെയും കയ്യിൽ നിന്നുമുള്ള ഒരു മോചനമായിട്ടാണ് അവർ ഈ ഒരു ഇതിനെ കണ്ടത്. നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് ദ കേസ് ഓഫ് ട്രൈബൽസ്. ട്രൈബൽസ് കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പ്ലേസായിരുന്നു ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ഗുദം ഹിൽസിൽ നടന്ന മൂവ്മെൻ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ഈ ട്രൈബൽസിനെ ലീഡ് ചെയ്തത് അല്ലൂരി സീതാരാമരാജു എന്നു പേരുള്ള ഒരു സെയിൻറ്റ്, ഒരു സന്യാസിയായിരുന്നു. ഇദ്ദേഹം ഒരു ഇൻട്രസ്റ്റിംഗ് ഫിഗറായിരുന്നു. ഹി ആർഗ്യൂഡ് ദാറ്റ് ഹി ക്യാൻ മേക്ക് കറക്റ്റ് പ്രഡിക്ഷൻ, ഹീൽ പീപ്പിൾ ആൻഡ് ഹി ക്യാൻ സർവൈവ് ബുള്ളറ്റ് ഷോട്ട്. സോ ഫോർ ദീസ് ട്രൈബൽസ് ഹി വാസ് ലൈക്ക് എ ഗോഡ്. അദ്ദേഹം എന്തു പറഞ്ഞാലും, അദ്ദേഹത്തെ ഒരു ദൈവത്തെ പോലെയാണ് അവിടുത്തെ ട്രൈബൽ പീപ്പിൾസൊക്കെ കണ്ടിരുന്നത്. അദ്ദേഹം എന്തു പറഞ്ഞാലും അവർ വിശ്വസിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ ഗാന്ധിയെക്കുറിച്ച് അറിഞ്ഞ് വളരെയധികം ഇൻസ്പയർഡായി. ബട്ട് വയലൻറ്റ് മെത്തേഡ്സിലൂടെയുള്ള ഒരു മൂവ്മെൻ്റാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. He believed in the use of violent methods to get free from British, and he talked the greatness of Gandhi to these tribal, so the tribals participated in the movement. അപ്പോൾ ഇതായിരുന്നു ട്രൈബൽ പീപ്പിൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ പങ്കെടുത്തതിൻ്റെ ഒരു സ്വഭാവം. ഈ പ്ലാന്റേഷൻ വർക്കേഴ്സിന് സ്വരാജ് എന്ന് പറയുന്നത് അവർക്ക് ഒരു ഫ്രീഡം ഓഫ് മൂവ്മെൻ്റാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. ദേ വർ നോട്ട് പെർമിറ്റഡ് ടു ലീവ് ദ ടീ ഗാർഡൻസ്. അപ്പോൾ ഈ സമയത്ത് മെയിനായിട്ട് പ്ലാന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ടീ പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു, അതുപോലെ ഇൻഡിഗോ കൾട്ടിവേഷൻ, അതുപോലെയുള്ള സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. ആസാമിൽ നടന്നിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഇവർ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സമയത്ത് 1859 ഒരു ഇൻലാൻഡ് മൈഗ്രേഷൻ ആക്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതനുസരിച്ച് അവർക്ക് ഒരു ഫ്രീ ആയിട്ട് അവരുടെ സ്ഥലത്ത് നിന്ന് പോകാനോ വരാനോ ഉള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല. They were not permitted to leave the tea garden, so they want to move freely and retain a link with their village. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും അവരെന്താണ് ഉദ്ദേശിച്ചത്, കുറച്ച് സമയം ഈ പ്ലാന്റേഷനിൽ വന്നിട്ട് ജോലി ചെയ്യാം, കുറേ പണമൊക്കെ സമ്പാദിച്ചിട്ട് അവരുടെ വില്ലേജിലേക്ക് പോകാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ വില്ലേജിൽ നിന്ന് വർക്കേഴ്സ് ഈ പ്ലാന്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് അവരുടെ വില്ലേജിലേക്ക് പോകാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല. സോ വെൻ ദേ ഹിയർഡ് അബൌട്ട് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ദേ തോട്ട് ദാറ്റ് ഗാന്ധി രാജ് വാസ് കമ്മിങ്. അങ്ങനെ ഗാന്ധി രാജ് വരാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞ് അവരെന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൻ്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഈ പ്ലാന്റേഷനിൽ നിന്നൊക്കെ വിട്ട് അവരുടെ വില്ലേജിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ പല ആളുകളും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പലരും അവരുടെ വില്ലേജിലൊന്നും എത്തിയിരുന്നില്ല. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അതിന് ഇടയ്ക്ക് തന്നെ അവരെ പിടിച്ചടക്കുകയും അതുപോലെ തന്നെ അവരെ പലരെയും വധിക്കുകയും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ
ഇത്രയും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു സ്വരാജ് മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു ഡിഫറെൻറ്റ് സെക്ഷൻസ് അതിനെ നോക്കിക്കണ്ടത് എന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞു വില്ലേജിൽ അവിടുത്തെ ജനങ്ങൾക്ക് സ്വരാജ് എന്ന് പറയുന്നത് ലാൻഡ് ലോഡ്സിൻ്റെയും താലൂക്ക്ദാർസിൻ്റെയും ഇടയിൽ നിന്നുള്ളൊരു മോചനമായിരുന്നു. അതുപോലെ ട്രൈബൽസ് ഒരു ഗറില്ല മൂവ്മെൻ്റ് ആയിട്ടാണ് അതിനെ കണ്ടത്. അതുപോലെ തന്നെ സ്വരാജ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പ്ലാന്റേഷൻ വർക്കേഴ്സിന് ഒരു ഫ്രീഡം ഓഫ് മൂവ്മെൻ്റാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് എന്ന്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ സെക്ഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് നോക്കിക്കണ്ടത്. ദെയർ വിഷൻ were not defined by the Congress but they interpreted in their own സ്വരാജ്. പക്ഷെ നമുക്ക് പറയാം ഇവരെല്ലാവരും ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഈ ഒരു ഫ്രീഡം മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.